ആർട്ട് ഓഫ് സ്റ്റാർട്ടിങ്. അപ്പോൾ തുടങ്ങാമല്ലേ? നിങ്ങൾക്ക് തുടങ്ങാനൊരു പ്രയാസമുള്ള ആളാണോ? അതായത് എന്തെങ്കിലും കാര്യം തുടങ്ങുമ്പോൾ അപ്പം ചിന്തിക്കും ഇത് ശരിയാവോ എന്നുള്ളത്. സോ ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. വാട്ട് എവർ വി സ്റ്റാർട്ട് നോ, ദർ വിൽ ബി കൺഫ്യൂഷൻ. അവിടെ ഒരു ലേണിംഗ് കർവ് എന്തായാലും ഉണ്ടായിരിക്കും. Focus on your strength and the things you know. When we start something new, there'll be always a learning curve. There'll be always things you don't know, but don't let that stop you. Focus on how strength can help you and creatively different you can manage things. So something starting new means you are not to be that much confident. Sometimes we feel okay, ഞാൻ ഇങ്ങനെ ചെയ്താൽ ശരിയാവോ, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ കയ്യിൽ എപ്പോഴും ലാക്കിംഗ് ആയിരിക്കും. ഞാൻ ചെയ്യണതിൽ ശരിയാവുന്നതുണ്ടോ, എനിക്കിതെല്ലാം അറിയാമോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടാവോ, അങ്ങനെ ധാരാളം ചിന്തകൾ ഉണ്ടാവും. ഈ ചിന്തകൾ മെയിനായിട്ടുള്ള കാരണം എന്താ, നമ്മൾ ആങ്ഷ്യസ് ആണ്. വാട്ട് എവർ വി ആർ ഡൂയിങ് ടു സ്റ്റാർട്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നോ മാറ്റർ ഹൗ ഹാർഡ് ദ പാസ്റ്റ്, യു ക്യാൻ ഓൾവേസ് ബിഗിൻ അഗെയിൻ. ഇനി ഇത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ കുറിച്ചല്ല, ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഫെയിലിയർ ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ പിന്നെ ചിന്തിക്കുകയാണ് ക്യാൻ വി ഡു ഇറ്റ് അഗെയിൻ എന്ന് ചിന്തിച്ചാൽ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കും. എൻ്റെ പാസ്റ്റ് ഇങ്ങനെയായിരുന്നല്ലോ, പക്ഷേ എനിക്കിത് ചെയ്യാൻ പറ്റുമോ, ഇതിനുള്ള ശക്തി എനിക്കുണ്ടോ, അങ്ങനെ 100-ന് 150 ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കും അല്ലേ. ഇതൊക്കെ ഞാൻ ചെയ്താൽ ശരിയാവോ, ഇതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് നിങ്ങളൊരു കാര്യം റിയലൈസ് ചെയ്യണം, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. യു ഹാവ് ടു റിയലൈസ് യുവർ സ്ട്രെങ്ത്. നമ്മളുടെ വീക്ക്നെസ്സിനേക്കാളും നമ്മളുടെ സ്ട്രെങ്ത്തിനെ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നമ്മുടെ സ്ട്രെങ്ത് നമുക്ക് ഉണ്ട് അതിനുള്ളിൽ നിന്ന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് അവിടെ കിട്ടും. യെസ്, ദർ ബി പീപ്പിൾ ഹൂ ഡോണ്ട് ലൈക്ക് വാട്ട് യു ആർ ഡൂയിങ്. നിങ്ങൾ ചെയ്യണത് എല്ലാവരും എല്ലാം ഇഷ്ടപ്പെടണം എന്നില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു 50% ആൾക്കാർ അപ്പുറത്തുണ്ടാവും. സോ വാട്ട് ദേ വിൽ ഡു, അവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും, സ്വാഭാവികം അല്ലേ. ഒരാൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്താൽ നമ്മളായാലും അയാളെ ജഡ്ജ് ചെയ്യും. അയാൾ ചെയ്യണത് അത്ര ശരിയല്ലായിരുന്നു. ഇനി നമ്മുടെ ഒരു യങ്ങർ സിബ്ലിംഗ് ഉണ്ടെന്ന് നോക്കിയിട്ട്, അവരെന്തെങ്കിലും പുതുതായിട്ട് നമ്മൾക്കറിയാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി ജഡ്ജ് ചെയ്യും. ഇനി നമ്മുടെ എൽഡർ സിബ്ലിംഗ് ഉണ്ടെന്ന് നോക്കിയിട്ട് അവരെ പോയി ജഡ്ജ് ചെയ്യും അല്ലേ. ഇതൊന്നും അല്ലെങ്കിൽ നാട്ടുകാരെ ജഡ്ജ് ചെയ്യാനായിട്ട് നമുക്ക് യാതൊരു സമയത്തിൻ്റെ ആവശ്യമില്ല. അയാളെ ജഡ്ജ് ചെയ്യൽ, ഇയാളെ ജഡ്ജ് ചെയ്യൽ, അങ്ങനെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാലും ദ കോൺഫിഡൻസ് ഈസ് വിത്തിൻ യു. യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് ആൻഡ് യു ഹാവ് ടു റിയലൈസ് ദാറ്റ് യു ആർ കേപ്പബിൾ ടു ഹാൻഡിൽ ഇറ്റ്. യു ക്യാൻ ഹാൻഡിൽ ഇറ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉണ്ടാവേണ്ട ഒരേ ഒരു വികാരം ഐ എം കേപ്പബിൾ ടു ഡു ദിസ് എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി സ്റ്റഡീസ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, ഒരു ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റി ആവട്ടെ നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് ദ തോട്ട് or thinking process, I can handle it and I can do this perfectly. The more things you can overcome with this confidence. ആൻഡ് നമ്മൾ കുറേ കാര്യങ്ങൾ ഓവർകം ചെയ്യും, നമ്മൾ കുറേ ചലഞ്ചസ് ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ യു ഫീൽ മോർ കേപ്പബിൾ. നമ്മൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കുന്നു. വെൻ യു ഓവർകം സോ മെനി തിങ്സ്, യു വിൽ ബി കേപ്പബിൾ ടു ഡൂ ദ തിങ്സ് ആൻഡ് യു വിൽ ലേൺ മോർ എക്സ്പീരിയൻസ്. നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ വായിച്ചുകൊണ്ടോ എഴുതിയോണ്ടോ കേട്ടോണ്ടോ ഉണ്ടാവില്ല. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് അനുഭവിക്കുക തന്നെ വേണം അല്ലേ. സോ ജസ്റ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് നോയിങ് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ദ തിങ്സ് യു ആർ അഫ്രൈഡ് ഓഫ്. നിങ്ങൾ ഇപ്പോൾ വിഷമിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മുടെ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവിടെ സ്റ്റാർട്ടായി കഴിഞ്ഞു നിങ്ങൾ. ഇനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം മതിയോ, ചുറ്റും വരണ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. നമ്മൾ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് മാത്രമേ ആവുന്നുള്ളൂ. ഇഫ് വി നീഡ് എ സക്സസ് ഇൻ ദ പ്രോജക്റ്റ് ഓർ ദ പ്രോഗ്രാം ഓർ whatever it is, a job or studies, what we need to be, we must be consistent. So make a plan and be consistent with it. It's easy to make a plan അല്ലേ. നമുക്ക് എന്ത് പ്ലാൻ വേണമെങ്കിൽ ഉണ്ടാക്കാം, നമുക്ക് എത്ര ടൈം ടേബിൾസ് ഉണ്ടാക്കാം. ബട്ട് ദ തിങ് ഈസ് ദ ടൈമിങ്. വാട്ട് ദ ഷെഡ്യൂൾ, വാട്ട് ദ പ്ലാൻ യു ആർ എക്സിക്യൂട്ടിങ്. നിങ്ങളുടെ പ്ലാൻ എന്താണ്, നിങ്ങളുടെ ടൈമിംഗ് എന്താണ്, നിങ്ങളുടെ ഷെഡ്യൂൾ എന്താണ്, ഇതനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ്. സ്റ്റാർട്ട് ചെയ്യാൻ എന്തെളുപ്പം അല്ലേ, പക്ഷെ പ്ലാനും കൺസിസ്റ്റൻസിയാണ്. അത് ഒരേപോലെ കൊണ്ടുപോവുക, ക്രമീകൃതമായിട്ട് ഒരേപോലെ കൊണ്ടുപോവുക, ക്രമീകരിച്ച്. അതാണ്
നമുക്ക് ടഫായിട്ടുള്ളൊരു ചലഞ്ച് പിന്നീട്. സംടൈംസ് വി ലൂസ് ദ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് വി ആർ ഡൂയിങ് അല്ലേ? നമ്മൾ ചെയ്യണതിൽ നമുക്ക് ചിലപ്പോഴൊക്കെ ഇൻട്രസ്റ്റ് പോയിന്ന് വരാം. സോ ഇറ്റ്സ് ഈസി ടു വാട്ട് പോസ്റ്റ്പോൺ. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ചെയ്ത് ചെയ്ത് മടുത്തു, ഇനി ഞാൻ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തേക്കാന്ന്. പക്ഷേ you must remember every day is a fresh start, a blank canvas to paint upon. ഇതാരോ വലിയൊരാൾ പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞൊന്നല്ല. എവ്രി ഡേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രഷ് സ്റ്റാർട്ട് ആൻഡ് ഇറ്റ്സ് എ ബ്ലാങ്ക് ക്യാൻവാസ് ടു പെയിൻറ്റ് അപ്പോൺ. സോ ടേക്ക് യുവർ ബ്രഷസ് ആൻഡ് ബി എൻ ആർട്ടിസ്റ്റ് ആൻഡ് പെയിൻറ്റ് സംതിങ് ബ്യൂട്ടിഫുൾ. അതായത് നിങ്ങളെല്ലാവരും ആർട്ടിസ്റ്റ് ആവണമെന്നും ചിത്രകാരന്മാരാവണമെന്നും വലിയ വലിയ ചിത്രങ്ങൾ വരയ്ക്കണമെന്നുമല്ല ഞാൻ പറയുന്നത്. ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യുക. ഇന്നിപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചു, പക്ഷെ അത് പറ്റിയില്ല. സോ യു ആർ പോസ്റ്റ്പോണിങ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഒരു ദിവസം ഒരു എക്സ്ക്യൂസ് എടുത്തു, ബട്ട് നെക്സ്റ്റ് ഡേ യു ഹാവ് ടു go for that and grab the opportunity and tell the world I'm capable person to achieve the success. നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ആർ ഷോയിങ് അപ്പ് അവർ സെൽസ് അല്ലേ? നമ്മളാണ് അച്ചീവർ. ഈ ലോകത്തെ ഏറ്റവും വലിയ വിജയി ഞാൻ തന്നെയാണ് എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഇതെല്ലാം വിജയവും കിട്ടി സക്സസ്ഫുള്ളായി ഞാനൊരു പ്ലാറ്റ്ഫോമിൽ കയറിയിരിക്കുന്ന ആളാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എൻ്റെ ലൈഫിൽ ധാരാളം ഫെയിലിയേഴ്സ് വന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം സക്സസ്സും ഉണ്ടായിട്ടുണ്ട്. സക്സസ് ആൻഡ് ഫെയിലിയേഴ്സ് അത് ഒരു കോയിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ചിന്തിച്ചാൽ മതി. ബട്ട് ഡോണ്ട് തിങ്ക് ഐ കനോട്ട് restart it. Your present circumstance don't determine where you can go. നിങ്ങൾ ചിലപ്പോൾ തോറ്റ് തൊപ്പിട്ടിരിക്കുന്ന ആളായിരിക്കും, ബട്ട് ഡോണ്ട് തിങ്ക് ഐ വിൽ നെവർ സ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. സ്റ്റാർട്ട് അഗെയിൻ, യു ക്യാൻ ഗെറ്റ് മോർ സക്സസ്. ഒരേ വഴിയിലൂടെ തന്നെ വിജയം കൈവരിക്കണമെന്നില്ല. ഫൈൻഡ് ന്യൂ വേസ്. നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയൂ. ദ മിയർലി ഡിറ്റർമിൻ വെ യു സ്റ്റാർട്ട്. നമുക്ക് ഒരു വഴി അടഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വഴി അപ്പുറത്ത് തുറക്കുന്നേ. ഒരു സ്ഥലത്ത് റെഡ് സിഗ്നലുള്ളൂ, അപ്പുറത്ത് വേറെ സ്ട്രീറ്റുകളില്ലേ, അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞു വരും. സോ ഡോണ്ട് വെയിറ്റ് ഫോർ ഓൾവേസ് എ ഗ്രീൻ സിഗ്നൽ. ഗ്രീൻ സിഗ്നൽ നിങ്ങളെ കാത്തു തന്നെ ഇരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഇവിടെ ഞാൻ പെട്ട് കിടക്കുകയാണല്ലോ, സോ ലുക്ക് ഫോർ അതർ സ്ട്രീറ്റ്സ്. നമുക്ക് അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, നമ്മൾ അവിടെ തന്നെ നിൽക്കുമോ? ഇല്ല അല്ലേ? വിൽ ജംപ്. അപ്പോൾ ഒരു റെഡ് സിഗ്നൽ ഉണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്ട് ജസ്റ്റ് ഗോ ഫോർ ദ ഗ്രീൻ സിഗ്നൽ. എവിടെയാണ് നിങ്ങൾക്ക് ഗ്രീൻ സിഗ്നൽ കിട്ടുന്നത്? അത് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. നോ ദാറ്റ് യു ക്യാൻ സ്റ്റാർട്ട് ലേറ്റ്. നമ്മൾ ലേറ്റായി സ്റ്റാർട്ട് ചെയ്താലും കുഴപ്പമില്ല. ലുക്ക് ഡിഫറെൻറ്റ്, ബി അൺസർട്ടൻ ആൻഡ് സ്റ്റിൽ യു ക്യാൻ സക്സീഡ്. മറ്റുള്ളവരുടെ വിജയങ്ങളൊക്കെ ആലോചിച്ച് നമ്മൾ എനിക്ക് ഈ ജീവിതത്തിൽ എന്ത് കിട്ടി എന്നൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അവരുടെ വിജയം ആ ഒരു മേഖലയിലായിരിക്കും, പക്ഷേ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് കേപ്പബിലിറ്റി ഉള്ള മേഖലയിലാണ്. ഓരോരുത്തരെയും ഓരോ തരത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ? എല്ലാവരും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ എന്താ അതിനൊരു രസമുള്ളത് അല്ലേ? സോ ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. നമുക്ക് 2-3 വേർഡ്സ് വെച്ചിട്ട് ഈ ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളതിന് പറയാം. യു ആർ ഗോയിങ് ടു മേക്ക് മിസ്റ്റേക്സ്. അതറിയാം. നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സം മിസ്റ്റേക്സ് വിൽ ബി ദർ ആൻഡ് ലേൺ അലോങ് ദ വേ. നമ്മൾ മിസ്റ്റേക്സ് ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. അവിടെ നിന്ന് പഠിക്കുക, ആ മിസ്റ്റേക്സ് പഠിച്ചിട്ട് ദെൻ എഗെയിൻ യു സ്റ്റാർട്ട് എ ന്യൂ തിങ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ സ്റ്റക്കായി കിടക്കുകയാണ് ആൻഡ് ട്രൈ ടു ഇൻ അനദർ വേ. ജസ്റ്റ് ഡോണ്ട് സ്റ്റോപ്പ്, ഡു ഇറ്റ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്ത് പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് എന്താ കാര്യം, എത്ര ആൾക്കാർ കാണാനുണ്ടാവും, ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ, ഇതൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. വെറും 40 പീപ്പിൾ മാത്രം എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കണ്ടു നോക്കിയാൽ എബൌട്ട് 2000 ആൾക്കാർ എൻ്റെ ഒപ്പമുണ്ട്. എബൌട്ട് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇനിയും ധാരാളം ഫ്രണ്ട്സ് എൻ്റെ വീഡിയോസ്, ഫ്രണ്ട്സ് മീൻസ് ദോസ് പീപ്പിൾ ഐ നെവർ ന്യൂ, ഐ നെവർ മെറ്റ്. അങ്ങനെ എത്രയോ ആൾക്കാർ എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ആ 44-ൽ ഞാൻ എനിക്കിത് മതി എന്ന് വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും പേര് എന്നെ കേൾക്കുമായിരുന്നില്ല അല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ തന്നെയായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. സോ ബി കൺസിസ്റ്റൻറ്റ് ഓൺ യുവർ വർക്ക്, വാട്ട് യു ആർ ഡൂയിങ് ആൻഡ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു റീസ്റ്റാർട്ട്. വേർ എവർ യു സ്റ്റക്ക്, ജസ്റ്റ് മൂവ് ഓൺ. പിന്നെ ആർട്ട് ഓഫ് സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. കുറേ പ്രതീക്ഷകൾ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് കീപ് ദ കൺസിസ്റ്റൻസി.
നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴൊക്കെ ഞാൻ സ്ലിപ്പ് ആവാറുണ്ട്. പക്ഷേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് എപ്പോഴും പറയും, ബി കൺസിസ്റ്റൻറ്റ്, ബി കൺസിസ്റ്റൻറ്റ് എന്ന്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലെസ്ഡ് ആണ് കേട്ടോ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. സോ ജസ്റ്റ് കിക്ക് സ്റ്റാർട്ട്.